ക്യാൻസറാന്ന് അറിഞ്ഞപ്പോൾ കിച്ചു വിളിച്ചില്ല, രോഷാകുലായി രേണു സുധി. ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് അമ്മാനമാടുന്ന കേസുകൾ രേണു സുധി ആറാടുകയാണ് സോഷ്യൽ മീഡിയയിൽ. രേണു സുധി നമ്മുടെ കിച്ചുവിനെ കുറിച്ച് പറയുന്നത്, കിച്ചു വീഡിയോ ഇടും, അവന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നല്ല കാര്യമാണ്, പൈസ കിട്ടട്ടെ. അവന് ഋതപ്പൻ്റെ ചേട്ടനാണ്, സുധിച്ചേട്ടൻ്റെ മൂത്ത മകനാണ്, സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ മകനാണ് ഋതു. ഇത് രണ്ടും ഒരേ രക്തമാണ്, അവർ തമ്മിൽ മുന്നോട്ട് പോകാനുള്ളവരാണ്. ഞാൻ അവരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ രേണു പറയുന്നുണ്ട്, അവൻ സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയാൻ പോയിട്ടില്ല. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അമ്മ ഋതപ്പനെ ഒന്ന് വെളിയിൽ കൊണ്ടുപോട്ടെ, എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ അവനെ ഞാൻ 18 വയസ്സ് വരെ, 5 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഞാൻ നോക്കിയതാണ്. സ്വന്തം അമ്മ പറഞ്ഞത് തന്നെ എൻ്റെ കടമ ഞാൻ ചെയ്തു. ഇപ്പോഴും ഞാൻ അവനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കടമ ഞാൻ ചെയ്തു. എനിക്ക് വേണേൽ അവനെ നേരത്തെ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കാറ്, ഞാനത് ചെയ്തില്ല. ഞാൻ അവനെ 18 വയസ്സ് വരെ ഞാൻ എൻ്റെ കൂടെ, എന്ന് വെച്ചാൽ ഫ്യൂച്ചറിന് ഉണ്ടായിരുന്ന സമയത്ത് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് അവനെ നോക്കിയത്, അവൻ്റെ അമ്മ ഞാനാണ്. ഇപ്പം ഞങ്ങൾക്കിടയിൽ എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുത്തി ഞങ്ങളെക്കുറിച്ച് മോശമായിട്ട് അവനോട് പറഞ്ഞു കൊടുത്തിട്ട് ആണ്, പിന്നെ കിച്ചുവിനെക്കുറിച്ചും അവൾ മോശമായിട്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ കൂടെ ഇവൻ പോയി വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അവൻ്റെ കാര്യം, അവന് റീച്ച് കിട്ടുമോ എന്നെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൈകുപ്പിയാണ് രേണു സുധി സംസാരിക്കുന്നത്. രേണു സുധിക്ക് നല്ല ഇതുണ്ട്. പിന്നെ എനിക്ക് ഇത് വന്ന സമയത്ത്, ക്യാൻസറാന്ന് അറിഞ്ഞ സമയത്ത് പോലും കിച്ചു വിളിച്ചില്ല. കിച്ചു ആകെ വിളിച്ചത് ഋതപ്പനെ ഒന്ന് അമ്മ കൊണ്ടുവരണം, ഋതപ്പനെ പെറ്റി വളർത്തിയ അമ്മ ഞാനാണ്, അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിക്കണം, അതുകൊണ്ട് അവൻ എന്നെ വിളിച്ചു, അമ്മ ഞാൻ കൊണ്ടുപോട്ടെ, വീഡിയോ എടുക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുപോ എന്ന് പറഞ്ഞ്, അത് എനിക്ക് അവൻ്റെ അവകാശമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അവനോട് പൊക്കോളാൻ പറഞ്ഞ് വിട്ടു. അല്ലാതെ വേറെ ഒരു ഇതുമില്ല. അവനെ ഇത്ര നാളും വളർത്തിയത് ഞാനാണ്. മറ്റുള്ളവരെന്ത് വേണേലും എന്നെക്കുറിച്ച് പറഞ്ഞോട്ടെ. ഞങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായെന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ. അവനെന്താണ് പിന്നെ എന്നെക്കുറിച്ച് നിരന്തരമായി എൻ്റെ ഫാമിലിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് വേണേൽ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പറയാമായിരുന്നു, നീ എന്തിനാണ് എന്നെക്കുറിച്ച് വീഡിയോ. ഇപ്പം വീട്ടിൽ വന്നപ്പോൾ പോലും ഞങ്ങളാരും ഒന്നും പറയുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇറങ്ങി പോടാന്ന്. അവൻ എപ്പോൾ വേണേലും പറയാം, അവൻ്റെ കൂടെ വീടാണ്. ഋതപ്പനോട് ഞാൻ എപ്പോഴും പറയും, മോൻ്റെ ചേട്ടനാണ് കിച്ചു എന്ന് പറയാറുണ്ട്. പിന്നെ പറയുന്നുണ്ട്, അവനൊരു 10 രൂപയ്ക്ക് എന്തെങ്കിലും മേടിച്ച് ഋതപ്പന് കൊടുക്കുമായിരുന്നെങ്കിൽ എന്നും പറയുന്നുണ്ട് രേണു സുധി. ഇതാണ് രേണു സുധി ഇപ്പം കിച്ചുവിനെ കുറിച്ച് പറയുന്നത്. കൂടുതൽ പറയുമ്പോൾ രേണു സുധി കൈകൂപ്പുകയാണ്. ഇവർക്കിടയിൽ കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കിച്ചുവിനെ രേണു എങ്ങനെയാണ് നോക്കിയെന്നൊക്കെ നല്ല സ്വന്തം മോനെ പോലെയാണ്, അതിൽ ഒരു സംശയമില്ല, നമ്മൾ കാണുന്നതാണ്. സൂചിച്ചാട്ടൻ ഉണ്ടായിരുന്നപ്പോൾ, സൂചിച്ചാട്ടിന് ശേഷം കിച്ചുവിനെ രേണു തള്ളിപ്പറയൊന്നും ചെയ്തില്ല. പക്ഷെ കിച്ചുവിൻ്റെ മനസ്സിൽ രേണു ഇങ്ങനെ നടക്കുന്നതുകൊണ്ടും അല്ലാതെ പൈസ ഇങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ടൊക്കെ ആൾക്കാർ അത് ഇത് പറഞ്ഞപ്പോൾ കിച്ചുവിൻ്റെ മനസ്സിൽ ഒരു ഇത് തോന്നി. പിന്നെ അവർ തമ്മിൽ കുറച്ച് അകൽച്ചയുണ്ടായി. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീഡിയോകളും ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് രേണു സുധിയും കിച്ചുവായിട്ട് തെറ്റിയത്, അല്ല വേറൊന്നുമല്ല എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.